ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾ തുടരുന്നു. ഒരു ഭാഗത്ത് സർവകക്ഷി യോഗം നടന്നുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് പി കെ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ BSF ജവാനെ പാകിസ്ഥാൻ പട്ടാളം കസ്റ്റഡിയിലെടുത്തതിനെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കാലത്തും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സാധാരണക്കാരായ വ്യക്തികളെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി മറ്റു പല വാഗ്ദാനങ്ങൾ നൽകി അവിടേക്ക് കൊണ്ടുവരികയും ആ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു വരുമ്പോൾ വാഗ്ദാനം ചെയ്ത ജോലിയല്ല ലഭിച്ചതെന്ന് മനസ്സിലാക്കുകയും കൂലിപ്പട്ടാളത്തിൽ ജോലി ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന നിരവധി പേർ ഇപ്പോഴും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അങ്ങനെ റഷ്യയിലെ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട മലയാളി യുവാവ് തൃശൂർ വടക്കാഞ്ചേരി കൂത്തുപറമ്പിലെ ജെയിൻ കുര്യൻ ഇപ്പോൾ ഇതാ സുരക്ഷിതമായിട്ട് വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജെയിൻ കുര്യനെ നാടൊന്നാകെയാണ് സ്വീകരിച്ചത്. തൃശൂരിലെ വീട്ടിലെത്തിയ ജെയിനെ സ്വീകരിക്കാൻ കുടുംബാംഗങ്ങൾക്കൊപ്പം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പിള്ളി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും എത്തിയിരുന്നു. റഷ്യയിൽ നിന്നും ആദ്യം ഡൽഹിയിലെത്തിയ ജെയിൻ ഉച്ചയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും അവിടെ നിന്ന് വീട്ടിലും എത്തുകയായിരുന്നു. ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ ആ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. തിരിച്ചു വരാൻ കുറെ പേര് സഹായിച്ചു. കുറെ പേരുടെ സഹായം കൊണ്ടാണ് തിരിച്ചെത്തിയത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. സഹായിച്ച എല്ലാവർക്കും കുറെ പേരുണ്ടായിരുന്നു. എല്ലാവരും പേര് പറഞ്ഞ് ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. തിരിച്ചെത്താൻ സഹായിച്ചതിന്. എത്താൻ പറ്റുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു. അവിടുന്ന് തിരിച്ചെത്താൻ പറ്റി. ഒരുപാട് നന്ദി എല്ലാവർക്കും. തൊഴിൽ തട്ടിപ്പിനിരയായാണ് ജെയിൻ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ എത്തിപ്പെട്ടത്. ജെയിന്റെ ഒപ്പം റഷ്യയിലെത്തിയ സന്ദീപ്, ബന്ധുകൂടിയായ ബിനിൽ എന്നിവർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനിടെ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ ജെയിൻ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയായിരുന്നു. 2 ശസ്ത്രക്രിയകൾക്ക് വിധേയനായ ജെയിനിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും യുദ്ധമുഖത്തേക്ക് അയക്കാൻ റഷ്യൻ സൈന്യം ഉത്തരവിട്ടിരുന്നു. എന്നാൽ 1 വർഷത്തെ സൈന്യവുമായുള്ള കരാർ അവസാനിച്ചതോടെ ഇന്ത്യൻ എംബസിയും മലയാളി അസോസിയേഷനും ഇടപെട്ടാണ് ജെയിനിനെ നാട്ടിലെത്തിച്ചത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.